കേരളത്തിൽ ആളെ കൊല്ലും വിധം ക്യാമ്പസ് വിചാരണകൾ നടക്കുമ്പോഴും ആന്റി റാഗിംഗ് സെല്ലുകൾ നിർജീവം. സിദ്ധാർത്ഥനും അമലുമെല്ലാം ഇരകളാകുമ്പോഴും ഒരു തരത്തിലുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇതുതന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശക്തമായ ആന്റി റാഗിംഗ് സെല്ലുകൾ ഉണ്ടാകണമെന്നാണ് 2009 UGC നൽകിയ നിർദ്ദേശം. എന്നാൽ ഇതിപ്പോഴും പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണവുമില്ല. കേരളത്തിലെ കലാലയങ്ങളിൽ SFIയുടെ നരനായാട്ടം നടക്കുമ്പോൾ കുടപിടിക്കുന്നതും അധ്യാപകരാണ്. ക്യാമ്പസിലെ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന റാഗിംഗ് കമ്മിറ്റി അത് കാര്യക്ഷമമായിട്ട് നടക്കാത്ത ഒരു സ്ഥിതിവിശേഷം സംസ്ഥാനത്തെ മിക്ക ക്യാമ്പസുകളിലുമുണ്ട്. പരാതിയിന്മേൽ ഒരുപാട് കാലം കോളേജിൻ്റെ അധികാരികൾ അടയിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകാത്ത പക്ഷം ഇതിനൊരു കാലതാമസം വരികയും പരാതി നൽകിയ വിദ്യാർത്ഥികൾ വേട്ടയാടപ്പെടുകയും ചെയ്യുക. റാഗിംഗ് പരാതി വന്നാൽ വിദ്യാർത്ഥിയുടെ പ്രവേശനം റദ്ദാക്കൽ, ക്ലാസ്സിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സസ്പെൻഷൻ, പരീക്ഷാ ഫലങ്ങൾ തടഞ്ഞുവെക്കൽ തുടങ്ങിയ നടപടികളാണ് സ്വീകരിക്കുക. അതേസമയം 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. കുറ്റക്കാരെ കലാലയത്തിൽ നിന്നും പുറത്താക്കിയാൽ 3 വർഷം വരെ മറ്റു സ്ഥാപനങ്ങളിൽ പ്രവേശിപ്പിക്കില്ല. ഇനി പരാതി അവഗണിക്കുകയാണെങ്കിൽ പ്രതിക്ക് നൽകുന്ന അതേ ശിക്ഷ ലഭിക്കും. ഇത്തരം സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിലും റാഗിങ്ങിലൂടെ കൊലപാതകം വരെ നടക്കുന്നു എന്നുള്ളതാണ് ആശ്ചര്യം. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIയുടെ തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ ഇതിൻ്റെ തെളിവുകളാണ്. സിദ്ധാർത്ഥും അമലുമെല്ലാം ഒടുവിലത്തെ ഇരകൾ മാത്രം. ജനം, കോഴിക്കോട്.